നമസ്കാരം. കലിക ന്യൂസിലേക്ക് സ്വാഗതം. ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായൺ IPSന്റെ നേതൃത്വത്തിൽ ഇരവിപുരം ഇടക്കുന്നം കമ്മ്യൂണിറ്റി ഹാളിൽ പരാതി പരിഹാര അദാലത്ത് നടന്നു. പ്രദേശത്തെ ലഹരി ഉപയോഗവും ഇതേ തുടർന്ന് അതിക്രമങ്ങളും തടയുക എന്നതാണ് ലക്ഷ്യം. യുവത ലഹരിക്ക് അടിമപ്പെടുന്നത് നാടിന്റെ സമാധാനത്തിനും പുരോഗതിക്കും വിഘാതമാണെന്ന് ജില്ലാ പോലീസ് മേധാവി കിരൺ നാരായൺ IPS പറഞ്ഞു. തുടർന്ന് പ്രദേശവാസികൾ ലഹരി ഉപയോഗിക്കുന്നവരിൽ നിന്നും തങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും കമ്മീഷണർക്കും ACPക്കും ഇരവിപുരം SHOയ്ക്കും മുൻപാകെ പരാതി നൽകി. തുടർന്ന് യോദ്ധാവ് ആപ്പ് വഴി ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയിക്കേണ്ടത് എങ്ങനെയെന്നും പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയവർക്ക് വിശദീകരിച്ചു നൽകി. ലഹരി ഉപയോഗം തടയുന്നതിന് ജനങ്ങൾക്കൊപ്പം പോലീസ് ഉണ്ടാകുമെന്നും കമ്മീഷണർ കിരൺ നാരായൺ IPS ഉറപ്പു നൽകി. കൊല്ലം ACP S ഷരീഫ് അധ്യക്ഷനായി. സ്പെഷ്യൽ ബ്രാഞ്ച് ACP പ്രദീപ് കുമാർ, ഇരവിപുരം പോലീസ് സ്റ്റേഷൻ SHO R രാജീവ്, പോളയിൽ രവി, രജനി, ലില്ലിക്കുട്ടി തുടങ്ങിയവരും പങ്കെടുത്തു. സമൂഹം എങ്ങനെ ഇതിനെ കൈകോർക്കണം, നിങ്ങളുടെ സഹകരണം പോലീസിന് ഏതൊക്കെ അടിസ്ഥാനത്തിൽ വേണം, ഈ വക ഉദ്ഘാടനം ചെയ്യാനായി ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായൺ പ്രവർത്തകരെ പോലീസിന്റെ സൈഡിൽ നമുക്ക് ആവശ്യമുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ള കാര്യത്തിനേക്കാൾ ഉപരിയായി ഇവിടെ ഉള്ളവർക്ക് എന്താണ് പറയാനുള്ളത് അത് കേൾക്കാനും കൂടിയാണ്. അപ്പോൾ ഒരുപാട് പലതരം പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിലിപ്പം ഇവിടെ ഉള്ളവർക്ക് എന്താണ് പറയാനുള്ളത് അതിനൊരു വേദിയാണ്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരോടും ഒരു മടിയും ഇല്ലാതെ എന്താണ് ഇവിടെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നത്, അതിൽ പോലീസിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അതല്ലെങ്കിൽ ഇവിടെ മോണിറ്ററിംഗ് കമ്മിറ്റി അംഗമുണ്ട്. അടുത്ത മീറ്റിംഗിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനെയും കൂടി കൊണ്ടുവന്ന് പല ഡിപ്പാർട്ട്മെന്റിന്റെ പല പല വകുപ്പുകളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചെയ്യാനുണ്ട് അതെല്ലാം കൂടി നമുക്ക് ഒരുമിച്ച് എന്തൊക്കെ ചെയ്യാൻ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ചെറിയ കുട്ടികൾ മുതൽ വലിയവര്, അതായത് എനിക്ക് 2 ആൺകുട്ടികളാണ്. അവിടെ നടക്കുന്നതെന്ന് വെച്ചാല് സ്ഥിരം മദ്യപാനം റോഡ് സൈഡില്. അപ്പൊ അത് പറഞ്ഞ് മിക്കപ്പോഴും ഞാൻ പോലീസിനെ വിളിക്കുകയും അത് പറഞ്ഞ് എന്നെ അനാവശ്യമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തതിൽ സാധ്യത ഉണ്ടായിട്ടുണ്ട് മുമ്പ്. ഇപ്പൊ ഞാൻ അതിലൊന്നും ഇടപെടില്ല. പിന്നെ അത് കഴിഞ്ഞ് ചെറിയ കുട്ടികള് ഒരു 19-18 വയസ്സുള്ള കുട്ടികളല്ല അവിടെ കഞ്ചാവ് പിന്നെ കുത്തിവെപ്പൊക്കെ ഉണ്ട്. ഈ അടുത്ത സമയത്ത് ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ ഞാനൊന്ന് പോയി. പോലീസ് സ്റ്റേഷനിലല്ല, മറ്റേ കഞ്ചാവിന്റെ ഒക്കെ പേപ്പറോ എന്തോ എനിക്കറിയില്ല. അപ്പൊ അവിടുന്ന് വിളിച്ചാൽ ഞാൻ പോയി. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഒരു മകനും ഉണ്ടായിരുന്നു, പിന്നെ അവിടെ ഉള്ള ഒരു പയ്യനുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോ ആ സാറിമാർ എനിക്ക് പറഞ്ഞില്ല, ഇത് കഞ്ചാവ് ഇങ്ങനെ പുതിയൊരു പേപ്പറാണ്, ഫോണിന്റെ അടിയിൽ കിട്ടിയതാണ്, പിന്നെ അവരുടെ കയ്യിൽ തന്നെ ATM കാർഡോ അങ്ങനെയൊക്കെ വെക്കുന്നത് സ്വഭാവമുണ്ട്, അങ്ങനെയുള്ള കുട്ടികളെ സൂക്ഷിക്കണം. അപ്പൊ എനിക്ക് ഇങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന കുറെ കാര്യങ്ങൾ അതായത് ചോദ്യം ചെയ്യുമ്പോൾ അറിയാലോ, ഇവര് ചോദിക്കുമ്പോൾ അറിയാലോ എന്നൊക്കെ പറഞ്ഞ് ഇവര് ഞാൻ നോർമലി അവരിന്ന് സിഗരറ്റ് അടിക്കും. ഞങ്ങൾ അവിടെ തന്നെ 1-2 കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് പേടിയുണ്ട്. മോളില്ല ഉണ്ടായിരിക്കും, പക്ഷെ അവര് എൻ്റെ ഇനി ഉണ്ടാവും. എന്തായാലും കുട്ടികളാണെന്നുകൊണ്ട് എനിക്ക് പേടി. വളർന്നു